ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാർക്കറ്റ് തകർപ്പനായിട്ടുള്ള കയറ്റമാണ് കയറി അല്ലേ. 344 പോയിൻ്റാണ് കയറിയിരിക്കുന്നത്. കയറിയത് മാത്രമല്ല, മാർക്കറ്റ് 23,023 ഹൈ വന്നതിന് ശേഷം ക്ലോസ് ടു ഹൈ ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. ക്ലോസ് ടു ഹൈ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഏത് വെള്ളിൽ പോയിട്ടാണ് കയറിയെന്ന് നോക്കി. മാർക്കറ്റ് 21,900 നിന്നാണ് 1,020 പോയിൻറ്റ് ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് ഫ്യൂ ഡേയ്സ് കൊണ്ട് കയറിയത്. ഇന്ന് മാർക്കറ്റ് കയറാനുള്ള പ്രധാന കാരണം എന്താണ്? രണ്ട് കാരണങ്ങൾ. ഒന്ന്, RBIയുടെ ഡിവിഡൻഡ് പേ ഔട്ട് 2.11 lakhs crores rupees-ആണ് ഗവൺമെൻറ് RBI കൊടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം വളരെ ക്രിട്ടിക്കലാണ്. അമേരിക്കൻ സെനറ്റർ ഇന്ത്യൻ ഇലക്ഷനെ റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു എന്താ പറയണ്ടേ ഒരു അയാളുടെ അമേരിക്കയുടെ ഒരു അസസ്മെൻറ്റ് ഷെയർ ചെയ്തു. സോ നാച്ചുറലി വലിയ വലിയ കൺട്രീസ് അവർ അസസ്മെൻറ്റ് ഷെയർ ചെയ്താൽ അത് തീർച്ചയായും ആൾക്കാരുടെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റ് കുതിച്ചു വരുന്നത് പറയാൻ പറ്റും. RSI നോക്കുക. RSI ഹ്യൂജായിട്ട് കയറി. RSI വളരെ വീക്കായിരുന്നു ശരിക്കും. RSI 60 വരാൻ പോലും എത്ര ദിവസം കൊടുത്തു? സംതിങ് അറൗണ്ട് ഇന്നലെയാണ് RSI 60 ഇന്നലെ ടച്ച് ചെയ്യില്ല. 59 ആയിരുന്നു മൊമെൻറ്റം എന്തോ ഒറ്റ കയറ്റം കയറിയിട്ട് പിടിച്ചാൽ കിട്ടാത്ത വലിയാണ് മൊമെൻറ്റം കയറിപ്പോയത്. സോ ദിസ് ഈസ് ദി എന്താ പറയണ്ടേ ഒരു മാർക്കറ്റിൻ്റെ സർപ്രൈസ് എന്ന് വേണം പറയാൻ സാധിക്കും. കാരണം ഇത് നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആണ്, വളരെ സർപ്രൈസാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. സോ ബി കെയർഫുൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഹൈ മാർക്കറ്റ് കയറുമ്പോൾ നമുക്കെല്ലാം സന്തോഷമാണ്. പക്ഷേ മാർക്കറ്റ് തിരിയാനായിട്ട് അതേ സമയമൊന്നും വേണ്ട. അതും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ മാർക്കറ്റ് താഴെ പോകുമ്പോഴാണ് നമ്മൾ നല്ല സ്റ്റോക്സ് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. മാർക്കറ്റ് ബ്രേക്കൗട്ട് കൊടുത്ത് ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നല്ല സ്റ്റോക്ക് ആഡ് ചെയ്താൽ കറക്ഷനിൽ നല്ല കറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ എപ്പോഴും മാർക്കറ്റിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും ടോപ്പ് ബുള്ളിഷ് സോണിൽ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുക. മാർക്കറ്റ് എപ്പോഴും ഒരു ഫിയർ ഫാക്ടറിയിൽ നിന്ന് മാർക്കറ്റ് എന്താ പറയുക ഏറ്റവും താഴ്ന്നിട്ട് കയറാൻ പോകുന്ന സമയത്ത് മാർക്കറ്റിലെ പല ടെക്നിക്കൽ അനാലിസിസും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും താഴേക്കുമ്പോൾ മേടിക്കാൻ ശ്രമിക്കാവുന്ന കാര്യം. ഇന്ത്യ വിക്സും വളരെ ടോപ്പിലാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഹിസ്റ്റോറിക്കൽ മീനിനെക്കാളും വളരെ മുകളിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഇത് രണ്ടും ഒരു മാർക്കറ്റ് പുൾ ബാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ എപ്പോൾ വേണേൽ സംഭവിക്കാം. മാർക്കറ്റ് ഇപ്പോൾ ശരിക്കും ജൂൺ 4 ഇലക്ഷൻ റിസൾട്ടിൻ്റെ പുറത്താണ് ഡ്രൈവ് ചെയ്യുന്നത്. സോ മീൻ റിവേഷൻ എപ്പോൾ വേണേൽ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. വി വിൽ സീ, വെയിറ്റ് ആൻഡ് സീ. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. സോ നിഫ്റ്റിയിൽ എന്ത് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്, അതേ കാരണങ്ങൾ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ഇമ്പാക്റ്റ് കൊടുത്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ടു 1000 പോയിൻ്റാണ് ഇത് കയറിയത്. 986 പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റി കയറിയത്. ആൻഡ് അഗെയിൻ ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ടു വൈസ് ഹൈ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ RSI മൊമെൻറ്റം വീക്കാണ്. ഇപ്പോഴും 60 കയറിയിട്ടില്ല ബാങ്ക് നിഫ്റ്റി. സോ ദാറ്റ്സ് എ പാർട്ട് ഓഫ് കൺസേൺ. ശരിക്കൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് കയറി നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നിന്ന് പറയാൻ സാധിക്കും. എനിവേ നമ്മൾ അതൊന്നും നോക്കിയിട്ട് ഇപ്പോൾ കാര്യമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ. നോക്കൂ, ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ബാങ്ക് നിഫ്റ്റി വന്നത്. അത് മൊമെൻറ്റത്തിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. എന്തിനാണ് ബാങ്ക് നിഫ്റ്റി കയറിയിരിക്കുന്നത്? സോ ബാങ്ക് നിഫ്റ്റിയിൽ ശരിക്കും ഓൾ ടൈം ഹൈ അല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റെസിസ്റ്റൻസ് സോൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. ആ സോണിൽ കയറിയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഇനി നാളെ എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഇരിക്കും നമുക്ക് അടുത്ത ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ച്. നമുക്കടുത്ത സെഗ്മെൻറ്റിലേക്ക് നോക്കി കിടക്കാം. ഇംപെക്കബിൾ റിസൾട്ട് എന്ന സ്റ്റോക്കാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്നുള്ള സ്റ്റോക്ക്. മാർക്കറ്റ് ക്യാപ്പ് 16,353 കോടി. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ക്ലോസ് ടു 20% കയറിയത്. സ്റ്റോപ്പ് ഈസ് 45.8. ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് 78.3 ആണ്. ഡെറ്റ് എന്ന് പറയുന്നത് വളരെ ആ പടം 65 കോടിയേ ഉള്ളൂ. ആൻഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.04 ഉള്ളൂ. എക്സലൻ പ്രൊമോട്ട് ഹോൾഡിംഗ് 74.5 എന്ന് പറയുന്നത്. സീ ദി റിസൾട്ട്, അമേസിംഗ് റിസൾട്ടാണ്. കഴിഞ്ഞ മാർച്ചിൽ സെയിൽസ് എന്ന് പറയുന്നത് ടോപ്പ് ലൈൻ 601 കോടിയിൽ നിന്ന് 1016 കോടിയായി. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 20 കോടിയിൽ നിന്ന് 91 കോടി. സംതിങ് അറൗണ്ട് 4.5x ആണ് ഒറ്റ കൊല്ലം കൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വ്യത്യാസം വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൂട്ടി 49 കോടിയേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് OPM എക്സ്പാൻഷൻ നോക്ക് 3% നിന്നും കഴിഞ്ഞ കൂട്ടി 5%, അവിടെ നിന്നും 9%. ആൻഡ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നോക്കാൻ നേരത്തെ 88 കോടിയിൽ നിന്ന് 112 കോടി. കഴിഞ്ഞ മാർച്ച് 55 ഉണ്ടായിരുന്നുള്ളൂ. 4.83 കഴിഞ്ഞ മാർച്ചിലെ EPS വന്നിരിക്കുന്നത്. ഇത്തവണ 9.74. ആൻഡ് PRനെ കൊണ്ട് നോക്കാം. കഴിഞ്ഞ 2023 മാർച്ചിലെ ആ ഒരു കൊല്ലം 2561 ആണ് ടോപ്പ് ലൈൻ. അത് 3593 ആയി. 153 കോടി എന്നുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 214 കോടിയായി. OPM എക്സ്പാൻഷൻ 6% നിന്ന് 7% വന്നു. നെറ്റ് പ്രോഫിറ്റ് 228 കോടിയിൽ നിന്ന് 357 കോടി. എന്താ ഗ്രോത്ത് വന്നിരിക്കുന്നത്? 9.91 ആണ് EPS. 31.19 വന്നു. സീ ദ ബാലൻസ് ഷീറ്റ് നോക്കാൻ നേരത്തെ കാണുന്നത് റിസർവ് എന്ന് പറയുന്ന കുത്തനെ കയറിയല്ലേ. 1299 നിന്നും 1559 ആയി. ബോറോയിങ്സ് 312 കോടിയിൽ നിന്ന് 66 കോടിയായിട്ട് ശരിക്കും താന്നു. ബെസ്റ്റ് ബാലൻസ് ഷീറ്റ് മാനേജ്മെൻ്റ് ആണ്. ഫിക്സഡ് അസറ്റ് ഒക്കെ എന്താ പറയുക, ക്ലാസ് ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്ന എക്സലൻ ക്യാഷ് ഫ്ലോ ആണ്. ഞാൻ ക്യാഷ് ഫ്ലോ വായിക്കുന്നില്ല. റേഷ്യോ എന്ന് പറയുന്നത് നോക്കൂ. റേഷ്യോസിലെ ഡെറ്റ് ഡേയ്സ് ആൻഡ് ഇൻവെൻറ്ററി ഡേയ്സ് ഓൾമോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. ഡേയ്സ് പേബിൾ 266 നിന്ന് 161 ആയി. കമ്പനിയുടെ ഇഷ്ടംപോലെ കാശുണ്ടെന്നാണ് കാണിക്കുന്നത്.
ക്യാഷ് കമ്മ്യൂണിറ്റികൾ മാത്രം ഒരു 100 ഡേയ്സ് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഷിപ്പ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ അത് നാച്ചുറലി ആ ഒരു ഇൻഡസ്ട്രി എൻവയറമെൻറ്റും ഒരു ഇഷ്യൂ ആണ്. അതർവൈസ് ഫെൻറ്റാസ്റ്റിക് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ പ്രൊമോട്ടറിലെ 74.5, FISൻ്റെ 3.26, DSൻ്റെ കയ്യിൽ 6.14, DS FISും കൂട്ടിയിരിക്കുകയാണ്. പബ്ലിക്കിൻ്റെ കയ്യിൽ 16.10. എക്സലൻറ്റ് റിസൾട്ട്, അമേസിംഗ് റിസൾട്ടാണ്.